വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൗഖ്യവും വിടുതലും അനുഗ്രഹവും തരുന്ന പ്രാർത്ഥനയാണ്. യാക്കോബിന്റെ ലേഖനത്തിലെ ഒരു വചനമാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഒരാൾ രോഗിയായാൽ രോഗിക്ക് മരുന്നിനേക്കാൾ പ്രാധാന്യം വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണെന്ന് യാക്കോബ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. ഏത് വലിയ രോഗത്തിന് നിങ്ങൾ അടിമയായാലും, ശാരീരിക രോഗമാകട്ടെ മാനസിക രോഗമാകട്ടെ, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യം ലഭിക്കുമെന്ന് വചനം ഉറപ്പു തരിക. ഒരുപക്ഷെ നിങ്ങൾ മരുന്ന് കഴിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരു ഡോക്ടറെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ അതിനെക്കാട്ടിലൊക്കെ ഉപരിയാണ് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ബൈബിളിൽ വാക്യമുണ്ട്, നിന്റെ രോഗക്കിടക്ക ഞാൻ മാറ്റിവിരിക്കും. ഇപ്പോൾ നീ അനുഭവിക്കുന്ന രോഗമെന്ന ദുരിതം എങ്ങനെ ഒഴിഞ്ഞു പോകുമെന്നൊരു ചോദ്യചിഹ്നം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. 103-ാം സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കും. ഇന്ന് നിങ്ങൾ രോഗിയായിട്ടാണോ ഈ വചനം കേൾക്കുന്നത്? മാനസിക തലത്തിലാണോ നിങ്ങളുടെ രോഗം? ശാരീരിക തലത്തിലാണോ നിങ്ങളുടെ രോഗം? ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്ന യേശു. അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് യേശു നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങൾക്ക് രോഗശാന്തി ആരോഗ്യവും വരുത്തി കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. കരങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിലെ രോഗങ്ങൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മാനസിക തലത്തിലെ രോഗങ്ങൾ സൗഖ്യമായി അവർക്കൊരു ഇന്നർ ഹീലിംഗ്, ഒരു ആന്തരിക സൗഖ്യം അവർക്കുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുക. അവരുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന സകല രോഗാത്മാവിനെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ച് അതിന്മേൽ ജയം പ്രഖ്യാപിക്കുന്ന കർത്താവ്, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. യേശു ഈ ദിവസങ്ങളിൽ നിന്നെ സൗഖ്യമാക്കും, നിന്നെ എഴുന്നേൽപ്പിക്കും. God bless you.